പത്തനംതിട്ടയിൽ സോഡ സോഫ്റ്റ് ഡ്രിങ്ക് നിർമ്മാണ കമ്പനി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി സംരംഭക. വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകിയില്ലെന്നാരോപിച്ച് പത്തനംതിട്ട സ്വദേശി ലസിക കെട്ടിടത്തിനുള്ളിൽ സമരം ആരംഭിച്ചു. ആവശ്യം അംഗീകരിക്കാതെ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങില്ലെന്നാണ് സംരംഭകയുടെ നിലപാട്. വളരെ പ്രതീക്ഷയോടെയാണ് പത്തനംതിട്ട എഴുമറ്റൂർ മാക്കാട് സ്വദേശിനി ലസികയും ഭർത്താവ് പ്രിൻസും വീടിന്റെ ഒരു ഭാഗത്തോട് ചേർന്ന് ശ്രേയസ് എന്ന പേരിൽ സോഡ സോഫ്റ്റ് ഡ്രിങ്ക് നിർമ്മാണ കമ്പനി തുടങ്ങിയത്. 2017 അന്നത്തെ കോർപ്പറേഷൻ ബാങ്ക് മല്ലപ്പള്ളി ശാഖയിൽ നിന്നും 9,85,000 രൂപ മിഷണറി ലോൺ എടുത്താണ് സംരംഭം തുടങ്ങിയത്. പ്രതിദിനം 4,500 ബോട്ടിൽ സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപാദനം നടന്നിരുന്നു. 2022 മാർച്ച് 10 കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖ അധികൃതർ ഫാക്ടറി പ്രവർത്തിക്കുന്ന കെട്ടിടം സീൽ ചെയ്തതെന്ന് ലസിക പറയുന്നു. മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി 2015 ഈ കെട്ടിടവും 76 സെന്റ് പുരയിടവും കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖയ്ക്ക് ഈട് നൽകി 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ ലസിക എടുത്തിരുന്നു. 2016 വീണ്ടും 10 ലക്ഷം രൂപ കൂടി വായ്പയെടുത്തു. ഈ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് സോഡ സോഫ്റ്റ് ഡ്രിങ്ക് നിർമ്മാണ ഫാക്ടറി പ്രവർത്തിക്കുന്ന കെട്ടിടം കേരള ബാങ്ക് അധികൃതർ സീൽ ചെയ്തതെന്ന് ലസിക പറയുന്നു. വായ്പാ തിരിച്ചടവിന് സമയം അനുവദിക്കാതെ താൻ കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്നും ലസിക പറഞ്ഞു. എനിക്കൊരു നീതി കിട്ടുന്നവരെ എന്റെ ഈ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കില്ല, വേറെ ഒന്നുമില്ല. എനിക്ക് അത് തന്നെ വീടിനകത്ത് തന്നെ ഇരിക്കും എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് പോലും 4,16,755 രൂപ വായ്പാ തിരിച്ചടവായി കേരള ബാങ്കിൽ അടച്ചിരുന്നു. ഇതിനോടകം വിദ്യാഭ്യാസ ലോൺ തുകയിൽ 13,65,000 രൂപ തിരിച്ചടച്ചതായും ലസികയുടെ ഭർത്താവ് പ്രിൻസ് പറഞ്ഞു. ഒരു ബോട്ടിൽ നിന്നും 75 പൈസ സർക്കാരിന് നികുതിയായി ലഭിക്കും. കമ്പനി പ്രവർത്തിച്ചാൽ തങ്ങൾക്ക് വായ്പാ തുക തിരിച്ചടയ്ക്കാനാകുമെന്നും പ്രിൻസ് പറഞ്ഞു. ഈ 2022 മാർച്ച് തൊട്ട് ഇതുവരെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ തുകയുടെ പകുതിയെങ്കിലും അടച്ച് മാറിയേനെ. ഫാക്ടറിയിലെ ഉപകരണങ്ങളെല്ലാം പ്രവർത്തനമില്ലാത്തതിനാൽ നശിച്ചു. എഴുമറ്റൂർ പഞ്ചായത്ത് നൽകിയ ലൈസൻസ് കാലാവധി 2022 മാർച്ച് 31 അവസാനിച്ചു. ലൈസൻസ് പുതുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കെട്ടിടം സീൽ ചെയ്തിരിക്കുന്നതിനാൽ ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനെ നേരിൽ കണ്ട് വായ്പാ തിരിച്ചടവിന് സമയം അനുവദിക്കണമെന്ന് ലസികയും പ്രിൻസും അഭ്യർത്ഥിച്ചിരുന്നു. മന്ത്രി സാവകാശം നൽകാമെന്ന് ഉറപ്പും കൊടുത്തിരുന്നു. കെട്ടിടവും പുരയിടവും ജപ്തി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് കേരള ബാങ്ക്. അടുത്ത മാസമാണ് ലേലം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം വായ്പാ തിരിച്ചടവിന് ലസികയ്ക്ക് ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നതായും നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ലേലത്തിലേക്ക് നീങ്ങുന്നതെന്നുമാണ് കേരള ബാങ്ക് മല്ലപ്പള്ളി ശാഖ അധികൃതരുടെ വിശദീകരണം. ലസിക എന്ന വീട്ടമ്മയുടെ സ്വപ്ന പദ്ധതിയാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ബിസിനസ് വീണ്ടും ആരംഭിക്കാൻ കഴിഞ്ഞാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ വീട്ടമ്മയ്ക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.